أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه الحمد لله رب العالمين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ربنا زدنا علما نافعا رزقا طيبا ولما تقبل آمين يا رب العالمين اللهم صل على محمد وعلى آل محمد الحمد لله رب العالمين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي آمين يا رب العالمين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الحمد لله رب العالمين الحمد لله رب العالمين الرحمن الرحيم الرحمن الرحيم الرحمن الرحيم مالك يوم الدين مالك يوم الدين مالك يوم الدين إياك نعبد وإياك نستعين إياك نعبد وإياك نستعين إياك نعبد وإياك نستعين اهدنا الصراط المستقيم اهدنا الصراط المستقيم اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുവിന്റെ നാമത്തിൽ റഹ്മാനും റഹീമുമായ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ നാമത്തിൽ സർവസ്തുതിയും സർവലോക പരിപാലകനായ അള്ളാഹുവിനാകുന്നു. പരമകാരുണികനും കരുണാനിധിയും പ്രതിഫല ദിനത്തിന്റെ ഉടമസ്ഥൻ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു. ഞങ്ങളെ നീ നേർമാർഗത്തിൽ ചേർക്കണമേ. നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിൽ, കോപത്തിനിരയായവരുടെ മാർഗത്തിലല്ല, പിഴച്ചുപോയവരുടെ മാർഗത്തിലുമല്ല. അള്ളാഹു സുബ്ഹാനഹു തആല ഇതിൽ പറയുന്നത് നമ്മളെ പരിശുദ്ധ ഖുർആനിലെ ഇനി വരുന്ന ഭാഗങ്ങളിലേക്കുള്ള നമ്മുടെ യാത്രയെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. എല്ലാ സ്തുതിയും അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മാത്രമാണ്. അതുമാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു തആലയെ മാത്രമേ നമ്മൾ ആരാധിക്കുകയുള്ളൂ, അള്ളാഹു സുബ്ഹാനഹു തആലയോട് മാത്രമേ നമ്മൾ സഹായം ചോദിക്കുകയുള്ളൂ എന്ന് ഇവിടെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് വാക്ക് കൊടുക്കുകയാണ്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു തആലയോട് നമ്മൾ ചോദിക്കുന്നത്, ഞങ്ങളെ നീ നേരായ മാർഗത്തിൽ ചേർക്കണമേ. എങ്ങനെയുള്ള മാർഗത്തില്? നീ 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 ദുനിയാവിൽ വിധിച്ച എല്ലാ വിധികളിലും ഉണ്ടായിട്ടുള്ള എല്ലാ അനുഗ്രഹത്തിന്റെ മാർഗത്തിലാണ് ഞങ്ങൾക്ക് നീ നേരായ മാർഗം ഞങ്ങൾക്ക് നൽകേണ്ടത്. എന്നാലോ നീ കോപിച്ചവരുടെയും നീ പിഴച്ചുപോയവരും എന്ന് കണക്കാക്കിയവരുടെ മാർഗത്തിലല്ല. ഈ കോപിച്ചവരും പിഴച്ചുപോയവരും ആരൊക്കെയാണെന്ന് കൂടി അള്ളാഹു സുബ്ഹാനഹു തആല ഇനി വരുന്ന എല്ലാ ആയത്തുകളിലൂടെയും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് കാണിച്ചു തരും. ആ നേരായ മാർഗം ആർക്കാണ് ലഭിച്ചത് എന്നുള്ളതും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് കാണിച്ചു തരും. അപ്പൊ ആ കാണിച്ചു തരുമ്പോഴാണ് നമ്മൾ ഇതിന്റെ പൂർണ്ണതയിൽ എത്തുക. ഓക്കെ, ഈ പറഞ്ഞ ഫാത്തിഹയാണ് ഖുർആന്റെ ആകത്തുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഓക്കെ, സൂറത്തുൽ ഫാത്തിഹയിലൂടെയാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിലെ പരിപൂർണമായിട്ടും ഖുർആനെ വിവരിച്ചു തരുന്നത്. ഓക്കെ, അപ്പൊ അതിനെ വിശദീകരിക്കലാണ് ബാക്കിയുള്ള ആ സൂറത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല ചെയ്യുന്നത്. അപ്പൊ ആ അള്ളാഹു സുബ്ഹാനഹു തആലക്ക് നമ്മൾ കൊടുത്ത വാക്ക് ഇനി തെറ്റാൻ പാടില്ല. നമ്മൾ കൊടുക്കുന്നത് നമ്മളെ നേരായ മാർഗത്തിൽ ആക്കി തരണം. എന്ത് കാരണം കൊണ്ടാണ് ആക്കി തരേണ്ടത്? നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുകയുള്ളൂ, നിന്നോട് മാത്രമേ ഞങ്ങൾ സഹായം തേടുകയുള്ളൂ. ഈ ഒരു വാക്ക് കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നേരായ മാർഗം നൽകാൻ പോകുന്നത്. അപ്പം അത് നമ്മുടെ ഉള്ളില് ഉറപ്പിക്കുക. എന്താണ് ഈ അനുഗ്രഹിച്ചവരുടെ മാർഗം എന്നുള്ളത് അടുത്ത സൂറത്തിലൂടെ നമുക്ക് അള്ളാഹു സുബ്ഹാനഹു തആല വിവരിച്ചു തരും. ഓക്കെ, ബിഇദ്നില്ലാഹ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തുൽ ബഖറ ആയ 1 മുതലാണ് ഇനി പറയാൻ പോകുന്നത്. അലിഫ് ലാം മീം. ഈ അലിഫ് ലാം മീം അതുപോലെ തന്നെ കേവലാക്ഷരങ്ങൾ ഖുർആനിൽ ഒരുപാടുണ്ട്. ഓക്കെ, ഇങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല ഇങ്ങനെ കേവലാക്ഷരങ്ങൾ പറഞ്ഞിട്ടുള്ളത് 14ഓളം കേവലാക്ഷരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിൽ പറയുന്നുണ്ട്. ഈ കേവലാക്ഷരങ്ങളിൽ തന്നെ നമുക്ക് തജ്വീദ് പഠിച്ചവർക്ക് അറിയുന്നുണ്ടാവും, ഈ കേവലാക്ഷരങ്ങൾക്ക് ഇടയിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അവിടെ തന്നെ ഒരു അത്ഭുതങ്ങൾ അനുഗ്രഹങ്ങൾ വെച്ചിട്ടുണ്ട് അല്ലെ. ലാം എന്ന് പറയുന്നത് മീമും കൂടി കൂടിയതാണ് അല്ലെ. അപ്പൊ അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു തആല ഓരോ അക്ഷരങ്ങൾക്കുള്ളിൽ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആല അനുഗ്രഹം വെച്ചിട്ടാണ് ഈ ആയത്തിനെ ഇറക്കിയിട്ടുള്ളത്. അപ്പൊ ഈ
ആയത്തിന്റെ ഉള്ളിലെ അർത്ഥം എന്താണെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു തആലക്ക് മാത്രമേ അറിയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു തആല അത് ദുനിയാവിൽ ആർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഇവിടെ നിന്ന് തന്നെയാണ് നമ്മൾ അറിവില്ലാത്ത ഒരു സമൂഹമാണ് നമ്മളെന്ന് നമ്മളെ സ്വയം മനസ്സിലാക്കേണ്ട ഒരു സ്ഥലമാണിത്. നമ്മുടെ അറിവ്, നമ്മുടെ വിവരം, നമ്മുടെ പിന്നെ ദുനിയാവിന്റെ കാര്യങ്ങൾ, ഇതൊന്നും നമുക്ക് ഒരുപാടൊന്നും നമുക്കറിയില്ല. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നത് മാത്രമേ അറിയുള്ളൂ. കാണാത്ത ഒരുപാട് അനുഗ്രഹങ്ങള്, ഒരുപാട് കാര്യങ്ങൾ ഈ ദുനിയാവിൽ അള്ളാഹു സുബ്ഹാനഹു തആല വെച്ചിട്ടുണ്ട്. ഇനി കാണാത്തൊരു ലോകത്തേക്ക് നമുക്ക് പോകാനുണ്ട്. അവിടെയും അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് കാണാത്ത, നമുക്ക് അറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും വിനയമുള്ള, എപ്പോഴും നമ്മൾ എന്തായിരിക്കണം, വിനയത്തോട് കൂടിയിട്ടായിരിക്കണം നമ്മുടെ ഭൂമിയിൽ നടക്കുന്നത്. നമ്മൾ ഒരിക്കലും എല്ലാം തികഞ്ഞവരല്ല, എല്ലാം നിറഞ്ഞവരല്ല. നമ്മളൊക്കെ അറിവെന്ന് പറയുന്നത് അത്രയും പരിമിതമാണെന്ന് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ പഠിപ്പിച്ചതിന് ശേഷമാണ് ബാക്കി ആയത്തിലേക്ക് അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെ കൊണ്ടുപോകുന്നത്. അതിൽ നിന്ന് തന്നെ നമ്മൾ പഠിക്കേണ്ട ഏറ്റവും വലിയ പാഠമാണ് നമ്മുടെ അറിവെന്ന് പറയുന്നത് അത്രയും ചെറുതാണ്. ചെറിയ അറിവിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമുക്ക് കണ്ണുകൊണ്ട് കാണുന്നത് മാത്രമല്ല അറിവ്, കാണാത്തതും അറിവുകളായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാത്തിനെയും നമ്മൾ സംതൃപ്തിയോടുകൂടി സ്വീകരിക്കുക. നമ്മുടെ മനസ്സ് എപ്പോഴും വിനയപ്പെട്ടതാക്കി വെക്കുക. നമ്മൾ നടക്കുമ്പോഴും ഇതാക്കുമ്പോഴും എല്ലാം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ മനസ്സിനെ സമാധാനത്തിലും വിനയത്തിലുമാക്കിക്കൊണ്ട് നമ്മുടെ ദുനിയാവിൽ നടക്കാൻ പരിശ്രമിക്കുക. കാരണം നമ്മൾ അറിയാത്തതാണ് നമ്മൾ അറിഞ്ഞതിനേക്കാളും കൂടുതൽ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ അറിവ്, നമ്മുടെ കാര്യങ്ങള്, ഇതിലൊക്കെ എന്തുണ്ട്, എല്ലാത്തിനും പരിമിതികളുണ്ട്. ആ പരിമിതികളെ നമ്മൾ പൂർണ്ണമായിട്ടും തൃപ്തിപ്പെട്ട് സ്വീകരിക്കുക. ഞാൻ എല്ലാം അറിഞ്ഞവനാണ്, തികഞ്ഞവനാണ് എന്നുള്ള ആ അഹങ്കാരത്തിന്റെ അഹംഭാവത്തെയാണ് അള്ളാഹു സുബ്ഹാനഹു തആല ഇവിടെ ആദ്യത്തെ ആയത്തിലൂടെ നീക്കിക്കളയുന്നത്. അതിനുശേഷം അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നു, ഇതാകുന്നു ഗ്രന്ഥം, അതിൽ സംശയമേ ഇല്ല. സൂക്ഷ്മത പാലിക്കുന്നവർക്ക് നേർവഴി കാണിക്കുന്നത് അത്രയത്. അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കുകയും പ്രാർത്ഥന അഥവാ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുകയും നാം നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയും നിനക്കും നിന്റെ മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരത്രയവർ. സൂക്ഷ്മത പാലിക്കുന്നവർ, അവരുടെ നാഥൻ കാണിച്ച് നേർവഴിയിലാകുന്നു അവർ തന്നെയാകുന്നു സാക്ഷാൽ വിജയികൾ. അള്ളാഹു സുബ്ഹാനഹു തആല ഫാത്തിഹ സൂറത്തിൽ നമുക്ക് പറഞ്ഞു എന്താ, ആദ്യം എന്താ പറഞ്ഞത്? നന്മയാണ് പറഞ്ഞത് അല്ലെ. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് നേരായ മാർഗം കാണിച്ചു തരണം, ഞങ്ങളെ നീ അനുഗ്രഹിച്ചവരുടെ മാർഗത്തിലാക്കി തരണം എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. ആ അനുഗ്രഹിച്ചവരുടെ മാർഗം ഏതാണെന്നാണ് അള്ളാഹു സുബ്ഹാനഹു തആല പറഞ്ഞു തരുന്നത്. എന്താണ്? അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കണം. ആര്? നേരായ മാർഗം കിട്ടിയ ആളുകള്. അതുപോലെ തന്നെ പ്രാർത്ഥന അഥവാ നമസ്കാരം മുറപ്രകാരം നിർവഹിക്കണം. നാം നൽകിയ സമ്പത്തിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യണം. അതില് സ്റ്റിഞ്ചിനെസ് ഒന്നും കാണിക്കാൻ പാടില്ല. നമുക്ക് കിട്ടിയ സമ്പത്ത് അള്ളാഹു സുബ്ഹാനഹു തആല നമുക്ക് നൽകിയ സമ്പത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. ഈ ഭൂമിയുടെ ഉടമസ്ഥൻ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. നമ്മുടെ വീടിന്റെ ഉടമസ്ഥൻ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ കിടക്കുന്ന സ്വർണത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളുടെ ഉടമസ്ഥൻ ആരാണ്? അള്ളാഹു സുബ്ഹാനഹു തആലയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ചെലവഴിക്കാൻ അള്ളാഹു സുബ്ഹാനഹു തആല കൽപ്പിച്ചാല് അവിടെ ഒരു ചോദ്യമില്ല. അത് എങ്ങനെയാണ്, അത് എത്രയാണ്, അത് എന്തിനാണ്, ഒന്നിനും നമുക്ക് ചോദിക്കേണ്ട കാര്യമില്ല. കാരണം എന്താ? നമ്മൾ മരിക്കാൻ നേരത്ത്, നമ്മുടെ മരണസമയം എത്തിക്കഴിഞ്ഞാല്, തൊണ്ടക്കുഴിയിൽ റൂഹ് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം പറയല് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ സമ്പത്ത് ചെലവഴിക്കാനായിരിക്കും പറയാന്നാണ്. നമ്മളെ ദാനധർമ്മത്തിനാണ് നമ്മൾ ആവശ്യപ്പെടുക അല്ലെ. നമ്മളെ സമ്പത്ത് അത് ഈ നമ്മൾ എടുത്തു വെച്ച നമ്മളെ സ്വർണവും നമ്മളെ സ്വത്തും മുതലും നമ്മൾ എന്താ പറയാ, അത് ഇന്ന ആൾക്ക് കൊടുക്കണം, ഇത് ഇന്ന ആൾക്ക് കൊടുക്കണം, അങ്ങനെ നമ്മൾ വസിയത്ത് ചെയ്യല്ലേ ചെയ്യുക. നമ്മൾ അത് ചെയ്തിട്ടല്ലേ നമ്മൾ നമുക്ക് അതല്ലേ ആദ്യം വരിക അല്ലെ. എന്റെ സമ്പത്തിൽ നിന്ന് ഞാൻ എല്ലാവർക്കും ഇതാ ഇന്ന ആളുകൾക്കൊക്കെ ഞാൻ വിതരണം ചെയ്യുന്നു, ഞാൻ ഇന്ന ആൾക്കൊക്കെ കൊടുക്കുന്നു അല്ലെ. നമ്മൾ അങ്ങനെയാണ് സമ്പത്തിനെ കാണുന്നത് അല്ലെ. അത്രയേ ഉള്ളൂ നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത്. നമ്മൾ കെട്ടിപ്പൂട്ടി വെച്ച എല്ലാ കാര്യങ്ങളും നമ്മൾ ഭൂമിയിൽ നിന്ന് മടങ്ങുന്നതോട് കൂടിയിട്ട് അത് അന്യരുടെ മുതലായിട്ട് മാറണം. അപ്പൊ അതുകൊണ്ട് തന്നെ അതിൽ കൂടുതലായിട്ട് നമ്മൾ എന്റേത് എന്ന് പറയേണ്ട കാര്യമില്ല. അതൊക്കെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ എന്താണ് അനുഗ്രഹമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ കൈകാര്യം ചെയ്യാൻ നൽകിയ കൈകൾ മാത്രമാണ് നമ്മളെന്ന് നമ്മളെപ്പോഴും മനസ്സിൽ കണ്ടെത്തണം. അദൃശ്യ കാര്യങ്ങളിൽ വിശ്വസിക്കണം. അദൃശ്യ കാര്യങ്ങൾ അള്ളാഹു ഗൈബിയായ കാര്യങ്ങൾ, മലക്കുകൾ ഉണ്ടെന്ന്, ജിന്നുകൾ ഉണ്ടെന്ന്, ആകാശങ്ങൾക്ക് മുകളിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ സിംഹാസനം ഉണ്ടെന്ന്, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് അദൃശ്യത്തിൽ വിശ്വസിക്കണം. പക്ഷെ നമ്മളൊന്നും കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ഓക്കെ. അപ്പൊ കണ്ണുകൊണ്ട് കാണാത്ത ഒരുപാട് കാര്യങ്ങൾ, സൂക്ഷ്മജീവികൾ അല്ലെ, ദുനിയാവിൽ എത്രയോ സൂക്ഷ്മജീവികൾ ഉണ്ട്. നമ്മളെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത എത്രയോ അനുഗ്രഹങ്ങൾ ദുനിയാവിൽ വെച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ തൃപ്തിപ്പെടുകയും നമ്മള് അദൃശ്യത്തിൽ വിശ്വസിക്കുകയും ചെയ്യണം. നമസ്കാരത്തിൽ ഒരു വീഴ്ചയും ഇനി മുതൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. എന്ത് തന്നെ സംഭവിച്ചാലും നമുക്ക്
നമ്മൾ മരിക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ നമസ്കാരം നമ്മൾ പൂർത്തീകരിച്ചിട്ടായിരിക്കണം നമ്മൾ മരണത്തിനെ സ്വീകരിക്കേണ്ടത്. ഒക്കെ നമസ്കാരത്തിൽ ഒരു ഒഴിവ് കഴിവും നമുക്ക് ഇനി വരാൻ പാടില്ല. അതെങ്ങനെയായാലും നമ്മൾ കിടക്കുന്ന കിടപ്പിലാണെങ്കിൽ പോലും നമ്മൾ നജസിലാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മുടെ നമസ്കാരത്തിൽ ഒരു 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 വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യാൻ പാടില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചോളും. നമ്മുടെ നജസിലാണെന്നുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് അറിയാം. അങ്ങനെയൊക്കെ സംഭവിച്ചാലും അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് ചെയ്യേണ്ടുന്ന ഏറ്റവും ആ വാക്ക്, അള്ളാഹുവെ ഞങ്ങൾ നിന്നെ അനുസരിക്കും എന്ന് പറഞ്ഞില്ലേ, നീ ഇപ്പൊ നിന്നെ ഞങ്ങൾ അനുസരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫാത്തിഹ സൂറത്തിൽ കൊടുത്ത വാക്കിൽ ഇനി നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പാടില്ല. അതിലായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഗതി ഇനി നിയന്ത്രിക്കേണ്ടത്. ഓക്കെ, നിനക്കും നിന്റെ മുൻഗാമികൾക്കും നൽകപ്പെട്ട സന്ദേശത്തിൽ വിശ്വസിക്കുകയും പരലോകത്തിൽ ദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരത്രേ അവർ. പരലോകത്തിലെ വിശ്വാസം എന്ന് പറയുന്നതാണ് ലോകത്തിലെ എല്ലാ വിശ്വാസത്തെക്കാളും വലിയ വിശ്വാസം. കാരണം അതിന്റെ മുകളിൽ അതിന്റെ താഴെയാണ് ഭൂമിയും എല്ലാ കാര്യങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുള്ളത്. ആദ്യം എന്താണ്, സ്വർഗത്തിലേക്കാണ് നമ്മളെ നിയോഗിച്ചത് അള്ളാഹു സുബ്ഹാനഹു വ തആല അല്ലെ. അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച് ആദം അലൈഹി ഇസ്ലാമിനെ, നമ്മുടെ പിതാവിനെ അയച്ചത് എങ്ങോട്ടാണ്? സ്വർഗത്തിലേക്കാണ്. അതിനുശേഷമാണ് ഭൂമി നമ്മൾ കണ്ടത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു അദൃശ്യം, ആ ഒരു പരലോകം എന്നുള്ളത്, അതിന്റെ വിശ്വാസം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും ആദ്യത്തെ വിശ്വാസം, ഏറ്റവും പൂർണ്ണമായിട്ടുള്ള വിശ്വാസം അതാണ്. അതില് നമുക്ക് അത് കണ്ടിട്ടില്ല, അത് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, അത് തന്നെയാണ് ഏറ്റവും വലിയ അത്ഭുതം. അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, നിങ്ങൾ കണ്ണുകൊണ്ട് കാണാത്ത, കാതുകൊണ്ട് കേൾക്കാത്ത ഏറ്റവും വലിയൊരു അത്ഭുത ലോകമാണ് അത് അല്ലെ, സ്വർഗം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യം പോലും ഇല്ല, അതിലെ വിഭവങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ് ഇത്രയും ഭംഗിയിലാക്കിയിട്ടുണ്ടെങ്കിൽ സ്വർഗം എന്ന് പറയുന്നത് ഇതിന്റെ എത്രയോ കോടി 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 കണക്കിന് ഉയരത്തിലായിരിക്കും അതിന്റെ വലിപ്പവും അതിന്റെ അനുഗ്രഹങ്ങളും. അപ്പൊ അതുകൊണ്ട് തന്നെ അതിലെ ഓരോ വസ്തുക്കൾക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യേണ്ട കാര്യമില്ല, സ്വർഗത്തിൽ എത്തുക എന്നതിനാണ് നമ്മള് പ്രാധാന്യം കൊടുക്കേണ്ടത്. എനിക്ക് സ്വർഗത്തിലേക്കൊന്ന് എത്തിച്ചു തരണേ റബ്ബേ, സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിർദൗസിൽ എത്തിച്ചു തരണേ. എന്തിനാണ് ജന്നാത്തുൽ ഫിർദൗസ്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കൺകുളിരൊക്കെ കാണാൻ, ഏറ്റവും അടുത്ത് നിന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ജന്നാത്തുൽ ഫിർദൗസ് ആല അല്ലെ. അപ്പൊ അതിൽ എനിക്ക് എത്തിച്ചു തരണമേ, സ്വർഗത്തിലേക്ക് എത്തിച്ചു തരണേ, അത്രേ ആവശ്യമുള്ളൂ. ബാക്കിയൊക്കെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിലെ ഒരു രാജാവിന് കിട്ടുന്നതിനേക്കാളും വലിയ ഉന്നതമായ പദവിയാണ് ഇതിൽ നിന്ന് നമ്മൾ സ്വർഗത്തിലെത്തുന്ന ഒരു ഏറ്റവും അവസാനത്തിൽ കയറി ചെല്ലുന്ന ആൾക്ക് പോലും കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ വലിപ്പത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല, അതിലെ ആവശ്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടതില്ല. നമുക്ക് സ്വർഗത്തിൽ എത്തുക എന്നതിനെ കുറിച്ച് മാത്രമേ നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യമുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും ഉന്നതമായ ദർജ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അവരുടെ നാഥൻ കാണിച്ച് നേർവഴിയിലാകുന്നു അവർ തന്നെയാകുന്നു സാക്ഷാൽ വിജയികൾ. സത്യനിഷേധികളെ സംബന്ധിച്ചിടത്തോളം നീ അവർക്ക് താക്കീത് നൽകിയാലും ഇല്ലെങ്കിലും സമമാകുന്നു അവർ വിശ്വസിക്കുന്നതെല്ലാം. അവരുടെ മനസ്സുകൾക്കും കാതിനും അള്ളാഹു മുദ്ര വച്ചിരിക്കുകയാണ്, അവരുടെ ദൃഷ്ടികളിൽ മേലും ഒരു മൂടിയുണ്ട്, അവർക്കാകുന്നു കനത്ത ശിക്ഷയുള്ളത്. നമ്മൾ തിന്മകളിലേക്ക് പോകുമ്പോൾ, തിന്മകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന്റെ വ്യാപ്തിയെക്കുറിച്ചോ അതിനെക്കുറിച്ചോ ഒന്നും നമ്മൾ കൂടുതലായിട്ട് അതിലേക്ക് ഇൻവോൾവ് ആവാതിരിക്കുന്നതാണ് നല്ലത്. നന്മകൾ എപ്പോഴും ചെയ്യുമ്പോഴും നന്മകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിന് വലിപ്പവും അതിന്റെ ഉന്നതിയും അതിന്റെ ഭംഗിയും ഒക്കെ ആസ്വദിക്കുക. തിന്മകൾ എന്ത് ചെയ്യുക, തിന്മകളെ ഏറ്റവും നമ്മൾ അതിലേക്ക് പോകാതിരിക്കാൻ എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രം ചിന്തിച്ചുകൊണ്ട് നമ്മൾ മുന്നേറുക. ഞങ്ങൾ അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. യഥാർത്ഥത്തിൽ അവർ വിശ്വാസികളല്ല. അള്ളാഹുനെയും വിശ്വാസികളെയും വഞ്ചിക്കുവാനാണ് അവർ ശ്രമിക്കുന്നത്. വാസ്തവത്തിൽ അവർ ആത്മവഞ്ചന മാത്രമാണ് ചെയ്യുന്നത്, അവരത് മനസ്സിലാക്കുന്നില്ല. അവരുടെ മനസ്സുകളിൽ ഒരു തരം രോഗമുണ്ട്, തന്നെ നിമിത്തം അള്ളാഹു അവർക്ക് രോഗം വർദ്ധിപ്പിക്കുകയും ചെയ്തു. കള്ളം പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന്റെ ഫലമായി വേദനയേറിയ ശിക്ഷയാണ് അവർക്കുണ്ടാവുക. നിങ്ങൾ നാട്ടിൽ കുഴപ്പമുണ്ടാക്കാതിരിക്കൂ എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ ഞങ്ങൾ സൽപ്രവർത്തികൾ മാത്രമാണല്ലോ ചെയ്യുന്നത് എന്നായിരിക്കും അവരുടെ മറുപടി. എന്നാൽ യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു കുഴപ്പക്കാർ, പക്ഷേ അവരത് മനസ്സിലാക്കുന്നില്ല. മറ്റുള്ളവർ വിശ്വസിച്ചതുപോലെ നിങ്ങളും വിശ്വസിക്കൂ എന്ന് അവരോട് ആരെങ്കിലും പറഞ്ഞാൽ ഈ മൂഢന്മാർ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കുകയോ എന്നായിരിക്കും അവരുടെ മറുപടി. എന്നാൽ പറയുക, യഥാർത്ഥത്തിൽ അവർ തന്നെയാകുന്നു മൂഢന്മാർ, പക്ഷെ അവരത് അറിയുന്നില്ല. വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവർ തങ്ങളുടെ കൂട്ടാളികളായ പിശാചുക്കളുടെ അടുത്ത് തനിച്ചാകുമ്പോൾ അവരോട് പറയും ഞങ്ങൾ നിങ്ങളോടൊപ്പം തന്നെയാകുന്നു, ഞങ്ങൾ മറ്റുള്ളവരെ കളിയാക്കുക മാത്രമായിരുന്നു. എന്നാൽ അള്ളാഹു ആകട്ടെ അവരെ പരിഹസിക്കും, അതിക്രമങ്ങളിൽ വിഹരിക്കുവാൻ അവരെ വിട്ടയച്ചിരിക്കുമായിരുന്നു. സന്മാർഗം വിറ്റ് ദുർമാർഗം വാങ്ങിയവരാകുന്നു അവർ. എന്നാൽ അവരുടെ കച്ചവടം ലാഭകരമാവുകയോ അവരുടെ ലക്ഷ്യം പ്രാപിക്കുകയോ ചെയ്തില്ല.
അവരെ ഉപമിക്കാവുന്നത് ഒരാളോടാകുന്നു. അയാൾ തീ കത്തിച്ചു പരിസരമാകെ പ്രകാശിതമായപ്പോൾ അള്ളാഹു അവരുടെ പ്രകാശം കെടുത്തിക്കളയുകയും ഒന്നും കാണാനാവാതെ ഇരുട്ടിൽ തപ്പുവാൻ അവരെ വിടുകയും ചെയ്തു. ബധിരരും ഊമരും അന്ധരുമാകുന്നു അവർ, അതിനാൽ അവർ സത്യത്തിലേക്ക് തിരിച്ചു വരികയില്ല. അല്ലെങ്കിൽ അവരെ ഉപമിക്കാവുന്നത് ആകാശത്ത് നിന്ന് ചൊരിയുന്ന ഒരു പേമാരിയോടാകുന്നു. അതോടൊപ്പം കൂരിട്ടും ഇടിയും മിന്നലുമുണ്ട്. ഇടിനാദങ്ങൾ നിമിത്തം മരണം ഭയന്ന് അവർ വിരലുകൾ ചെവിയിൽ തീരുകുന്നു. എന്നാൽ അള്ളാഹു സത്യനിഷേധികളെ വലയം ചെയ്തിരിക്കുകയാണ്. മിന്നൽ അവരുടെ കണ്ണുകളെ റാഞ്ചിയെടുക്കുമാറാകുന്നു. അത് മിന്നൽ അവർ വെളിച്ചം നൽകുമ്പോഴെല്ലാം അവർ ആ വെളിച്ചത്തിൽ നടന്നു പോകും. ഇരുട്ടാകുമ്പോൾ അവർ നിന്നു പോവുകയും ചെയ്യും. അള്ളാഹു ഉദ്ദേശിച്ചിരുന്നെങ്കിൽ അവരുടെ കേൾവിയും കാഴ്ചയും അവൻ തീരെ നശിപ്പിച്ചു കളയുക തന്നെ ചെയ്യുമായിരുന്നു. നിസ്സംശയം അള്ളാഹു ഏത് കാര്യത്തിനും കഴിവുള്ളവനാകുന്നു. ജനങ്ങളെ, നിങ്ങളെയും നിങ്ങളുടെ മുൻഗാമികളെയും സൃഷ്ടിച്ച നിങ്ങളുടെ നാഥനെ നിങ്ങൾ ആരാധിക്കുവാൻ, നിങ്ങൾ ദോഷബാധയെ സൂക്ഷിച്ചു ജീവിക്കാൻ വേണ്ടി എത്രയത്. നിങ്ങൾക്ക് വേണ്ടി ഭൂമിയെ മെത്തയാക്കുകയും ആകാശത്തെ മേൽപ്പൂരയാക്കി തരികയും ആകാശത്തിൽ നിന്ന് വെള്ളം ചൊരിഞ്ഞു തന്നിട്ട് അത് മുഖേന നിങ്ങൾക്ക് ഭക്ഷിക്കുവാനുള്ള കായ്ക്കനികൾ ഉൽപ്പാദിപ്പിച്ചു തരികയും ചെയ്ത നിങ്ങളുടെ നാഥന്. അതിനാൽ ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിന് സമന്മാരെ ഉണ്ടാക്കരുത്. നമ്മുടെ ദാസന് നാം അവതരിപ്പിച്ചു കൊടുത്തതിന് വിശുദ്ധ ഖുർആനെ പറ്റി നിങ്ങൾ സംശയാലുക്കളാണെങ്കിൽ അതിൻ്റെതുപോലുള്ള ഒരു അധ്യായമെങ്കിലും നിങ്ങൾ കൊണ്ടുവരിക. അള്ളാഹുവിന് പുറമെ നിങ്ങൾക്കുള്ള സഹായികളെയും വിളിച്ചുകൊള്ളുക. നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ അതാണല്ലോ വേണ്ടത്. നിങ്ങൾക്കത് ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും ചെയ്യാൻ കഴിയുകയുമില്ല. മനുഷ്യരും കല്ലുകളും ഇന്ധനമായി കത്തിക്കപ്പെടുന്ന നരകാഗ്നിയെ നിങ്ങൾ കാത്തു സൂക്ഷിച്ചു കൊള്ളുക. സത്യനിഷേധികൾക്ക് വേണ്ടി ഒരുക്കപ്പെട്ടതാകുന്നു അത്. നബിയെ, വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർക്ക് താഴ്ഭാഗത്ത് കൂടി നദികൾ ഒഴുകുന്ന സ്വർഗത്തോപ്പുകൾ ലഭിക്കാനുണ്ടെന്ന് സന്തോഷ വാർത്ത അറിയിക്കുക. അതിലെ ഓരോ വിഭവങ്ങളും ഭക്ഷിക്കുവാനായി നൽകപ്പെടുമ്പോൾ ഇതിനു മുമ്പ് ഞങ്ങൾക്ക് നൽകപ്പെട്ടത് തന്നെയാണല്ലോ ഇതും എന്നായിരിക്കും അവർ പറയുക. വാസ്തവത്തിൽ പരസ്പര സാദൃശ്യമുള്ള നിലയിൽ അത് അവർക്ക് നൽകപ്പെടുകയാണ് ഉണ്ടായത്. പരിശുദ്ധരായ ഇണകളും അവർക്കവിടെ ഉണ്ടായിരിക്കും. അവർ അവിടെ നിത്യവാസികളായിരിക്കുകയും ചെയ്യും. ഏതൊരു വസ്തുവയും ഉപമിക്കുന്നതിൽ അള്ളാഹു ലജ്ജിക്കുകയില്ല. തീർച്ച അതൊരു കൊതുകോ അതിലുപരി നിസാരമോ ആകട്ടെ. എന്നാൽ വിശ്വാസികൾക്ക് അത് തങ്ങളുടെ നാഥന്റെ പക്കൽ നിന്നുള്ള സത്യമാണെന്ന് ബോധ്യമാകുന്നതാണ്. സത്യനിഷേധികളാട്ടെ ഈ ഉപമ കൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുകയാണ് ചെയ്യുക. അങ്ങനെ ആ ഉപമ നിമിത്തം ധാരാളം ആളുകളെ അവൻ പിഴവിലാക്കുന്നു, ധാരാളം പേരെ നേർവഴിയിലാക്കുകയും ചെയ്യുന്നു. അധർമ്മകാരികളല്ലാത്ത ആരെയും അത് നിമിത്തം അവൻ പിഴപ്പിക്കുകയില്ല. അള്ളാഹുവിന്റെ ഉത്തരവ് അവൻ ശക്തിയുക്തം നൽകിയതിനു ശേഷം അതിന് വിപരീതം പ്രവർത്തിക്കുകയും അള്ളാഹു കൂട്ടിച്ചേർക്കുവാൻ കൽപ്പിച്ചതിനെ മുറിച്ചു വേർപ്പെടുത്തുകയും ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്നവരത്രേ അവർ അധർമ്മകാരികൾ. അവർ തന്നെയാകുന്നു നഷ്ടക്കാർ. നിങ്ങൾക്ക് എങ്ങനെയാണ് അള്ളാഹുവിനെ നിഷേധിക്കുവാൻ കഴിയുക? നിങ്ങൾ നിർജീവ വസ്തുക്കളായിരുന്ന അവസ്ഥയ്ക്ക് ശേഷം അവൻ നിങ്ങൾക്ക് ജീവൻ നൽകി. പിന്നെ അവൻ നിങ്ങളെ മരിപ്പിക്കുകയും നിങ്ങളെ വീണ്ടും ജീവിപ്പിക്കുകയും ചെയ്യുന്നു. പിന്നീട് അവങ്കിലേക്ക് തന്നെ നിങ്ങൾ തിരിച്ചു വിളിക്കപ്പെടുകയും ചെയ്യും. അവനാണ് നിങ്ങൾക്ക് വേണ്ടി ഭൂമിയിലുള്ളതെല്ലാം സൃഷ്ടിച്ചു തന്നത്. പുറമെ 7 ആകാശങ്ങളിലായി ക്രമീകരിച്ചുകൊണ്ട് ഉപരിലോകത്തെ സമാധാനിച്ചവനും അവൻ തന്നെയാണ്. അവൻ എല്ലാ കാര്യത്തെപ്പറ്റിയും അറിവുള്ളവനാകുന്നു. ഇത്രയും ഭാഗം നന്മ തിന്മകളെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിക്കുന്നത്. ഇനിയുള്ള ഭാഗം അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ സൃഷ്ടിപ്പിനെ കുറിച്ചിട്ടും അതിനുശേഷം വന്ന സമൂഹങ്ങളെ കുറിച്ചുമാണ് പറയുന്നത്. ആയ 30 മുതൽ. ഞാനിതാ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോവുകയാണെന്ന് നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. അവർ പറഞ്ഞു, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഞാനിതാ ഭൂമിയിൽ ഒരു ഖലീഫയെ നിയോഗിക്കാൻ പോവുകയാണ് എന്നും നിന്റെ നാഥൻ മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. അവർ പറഞ്ഞു, അവിടെ കുഴപ്പമുണ്ടാക്കുകയും രക്തം ചിന്തുകയും ചെയ്യുന്നവരെയാണോ നീ നിയോഗിക്കുന്നത്? ഞങ്ങളാകട്ടെ നിന്റെ മഹത്വത്തെ പ്രകീർത്തിക്കുകയും നിന്റെ പരിശുദ്ധിയെ വാഴ്ത്തുകയും ചെയ്യുന്നവരല്ലോ. അള്ളാഹു പറഞ്ഞു, നിങ്ങൾക്ക് അറിഞ്ഞുകൂടാത്തത് എനിക്കറിയാം. അവൻ അള്ളാഹു ആദമിനെ നാമങ്ങളെല്ലാം പഠിപ്പിച്ചു. എന്നിട്ട് ആ പേരിട്ടവയെ അവൻ മലക്കുകൾക്ക് കാണിച്ചു. എന്നിട്ട് അവൻ ആജ്ഞാപിച്ചു, നിങ്ങൾ സത്യവാന്മാരാണെങ്കിൽ ഇവയുടെ നാമങ്ങൾ എനിക്ക് പറഞ്ഞു തരൂ. അവർ പറഞ്ഞു, നിനക്ക് സ്തോത്രം. നീ പഠിപ്പിച്ചു തന്നതല്ലാത്ത യാതൊരു അറിവും ഞങ്ങൾക്കില്ല. നീ തന്നെയാണ് സർവജ്ഞനും അഗാധജ്ഞാനിയും. അനന്തരം അള്ളാഹു പറഞ്ഞു, ആദമേ, ഇവർക്ക് അവയുടെ നാമങ്ങൾ പറഞ്ഞു കൊടുക്കൂ. അങ്ങനെ അവൻ ആദം അവർക്ക് ആ നാമങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ അള്ളാഹു പറഞ്ഞു, ആകാശഭൂമികളിലെ അദൃശ്യ കാര്യങ്ങളും നിങ്ങൾ വെളിപ്പെടുത്തുന്നതും ഒളിപ്പിച്ചു വെക്കുന്നതുമെല്ലാം എനിക്കറിയാമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ആദമിനെ നിങ്ങൾ പ്രണമിക്കുക എന്ന് നാം മലക്കുകളോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. അവർ പ്രണമിച്ചു, ഇബ്ലീസ് ഒഴികെ. അവൻ വിസമ്മതം പ്രകടിപ്പിക്കുകയും അഹംഭാവം നടിക്കുകയും ചെയ്തു. അവൻ സത്യനിഷേധികളിൽപ്പെട്ടവനായിരിക്കുന്നു. ആദമേ, നീയും നിന്റെ ഇണയും സ്വർഗത്തിൽ താമസിക്കുകയും അതിൽ നിങ്ങൾ ഇച്ഛിക്കുന്നിടത്ത് നിന്ന് സുഭിക്ഷമായി ഇരുവരും ഭക്ഷിച്ചുകൊള്ളുകയും ചെയ്യുക. എന്നാൽ ഈ വൃക്ഷത്തെ നിങ്ങൾ സമീപിച്ചു പോകരുത്, എങ്കിൽ നിങ്ങൾ ഇരുവരും അതിക്രമങ്ങളായിത്തീരും എന്നും നാം ആജ്ഞാപിച്ചു. എന്നാൽ പിശാച് അവരെ അതിൽ നിന്ന് വ്യതിചലിപ്പിച്ചു. അവർ ഇരുവരും അനുഭവിച്ചിരുന്ന സൗഭാഗ്യത്തിൽ നിന്ന് അവരെ പുറന്തള്ളുകയും ചെയ്തു. നാം അവരോട് പറഞ്ഞു, നിങ്ങൾ ഇറങ്ങിപ്പോകൂ. നിങ്ങളിൽ ചിലർക്ക് ശത്രുക്കളാകുന്നു. നിങ്ങൾക്ക് ഭൂമിയിൽ ഒരു നിശ്ചിത കാലം വരേക്കും വാസസ്ഥലവും ജീവിത വിഭവങ്ങളും ഉണ്ടായിരിക്കും. അനന്തരം ആദം തന്റെ രക്ഷിതാവിങ്കിൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു. ആ വചനങ്ങൾ മുഖേന പശ്ചാത്തപിച്ച ആദമിന് അള്ളാഹു പാപമോചനം നൽകി. അവൻ പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയും അത്രേ.
നാം പറഞ്ഞു, നിങ്ങൾ എല്ലാവരും അവിടെ നിന്ന് ഇറങ്ങിപ്പോവുക, എന്നിട്ട് എന്റെ പക്കൽ നിന്നുള്ള മാർഗദർശനം നിങ്ങൾക്ക് വന്നെത്തുമ്പോൾ എന്റെ ആ മാർഗദർശനം പിൻപറ്റുന്നവരാരോ അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. അവിശ്വസിക്കുകയും നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നിഷേധിച്ച് തള്ളുകയും ചെയ്തവരാരോ അവരായിരിക്കും നരകാവകാശികൾ, അവരതിൽ നിത്യവാസികളായിരിക്കും. ഇത്രയും ഭാഗമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞത്. സൃഷ്ടിപ്പ് എന്ന് പറയുന്നത് ഒരു വെറുതെ ഉണ്ടാക്കിയ ഒരു സംഭവമേ അല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല ഭൂമിയിലേക്ക് വേണ്ടി തന്നെയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നുള്ളതാണ് ഇവിടെ പഠിപ്പിക്കുന്നത്. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷണത്തിന് വേണ്ടിയിട്ട്, അതായത് അവന്റെ ചിന്തകളും പ്രകടനങ്ങളും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? സ്വർഗത്തിലേക്ക് കൊണ്ടുപോയി വെച്ചു. സ്വർഗത്തിൽ വെച്ചതോട് കൂടിയിട്ട് സ്വർഗത്തിന്റെ അവസ്ഥയിൽ നിന്ന് അവന് നന്മയിലാണ് അവന് നിൽക്കുന്നതെന്ന് അവൻ അറിയാതെ എന്ത് ചെയ്തു? അവൻ തിന്മയിലേക്ക് അവന് പോയി എന്നുള്ളതാണ്. ആ തിന്മയിലേക്ക് എത്തിയതോട് കൂടിയിട്ട് അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്താക്കുകയും, അതായത് സ്വർഗം ഒരിക്കലും ഒരു തിന്മയും സ്വീകരിക്കുകയില്ല. ഇത് നമ്മൾ ആദ്യം പഠിക്കേണ്ട പാഠം. നമ്മുടെ മനസ്സിലാണെങ്കിലും നമ്മുടെ ശരീരത്തിലാണെങ്കിലും നമ്മുടെ ചിന്തകളിലാണെങ്കിലും നമ്മുടെ പ്രവർത്തനങ്ങളിലാണെങ്കിലും നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുള്ളതാണെങ്കിലും എന്തെല്ലാം നന്മകളുണ്ടോ ആ നന്മകളൊക്കെ എന്താണ്? സ്വർഗത്തിലേക്കുള്ളതാണ്. എന്തെല്ലാം തിന്മകളുണ്ടോ അതൊക്കെ ഭൂമിയിൽ നമ്മൾ ഉപേക്ഷിക്കേണ്ടവരുമാണ്. അപ്പൊ ആ സ്വർഗത്തിലേക്കുള്ള നന്മ മാത്രമേ നമ്മുടെ ഉള്ളിൽ ഇനി വരാൻ പാടുള്ളൂ. ആ നന്മയിൽ മാത്രമേ നമ്മൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും പാടുള്ളൂ. അത് മാത്രമേ നാളെ നമുക്ക് ഉപകാരപ്പെടുകയുള്ളൂ. ബാക്കിയൊക്കെ എന്താക്കും? ദുനിയാവില് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കൊണ്ട് ഉപേക്ഷിപ്പിക്കും. നമ്മൾ ഉപേക്ഷിക്കാൻ തയ്യാറായിട്ടില്ലെങ്കിൽ നമുക്ക് എന്താണ്? നമുക്ക് നരകം എന്ന് പറയുന്ന ആ വാസസ്ഥലം അല്ലാഹു സുബ്ഹാനഹു വ തആല വെച്ചിട്ടുണ്ട്. എന്നാല് സ്വർഗത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ നിശ്ചയിച്ചത് എന്ന് ആരും വിചാരിക്കരുത്. നമുക്ക് ദുനിയാവില് നമ്മുടെ പരീക്ഷണ ഘട്ടമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് സ്വർഗത്തിൽ കൊണ്ടുപോയി വെച്ചത്. നമ്മളെ സൃഷ്ടിച്ചത് പോലും ഭൂമിയിലേക്ക് ഖലീഫയെ നിയോഗിക്കുന്നു എന്നാണ് മലക്കുകളുടെ അടുത്ത് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഭൂമിയിലെ ഈ ഒരു പരീക്ഷണ ഘട്ടം അതെന്തായാലും നമുക്ക് ജനിക്കുമ്പോ തന്നെ നമുക്കുണ്ട്. ആ ജനന സമയം മുതൽ തന്നെ ആ പരീക്ഷണ ഘട്ടം ഉണ്ട്. ആ പരീക്ഷണത്തിൽ വിജയിക്കുക എന്ന് പറയുന്നത് നന്മയിലേക്ക് മുന്നേറുക, തിന്മകളിൽ നിന്ന് വിട്ടുമാറുക എന്നുള്ളത് തന്നെയാണ്. ആ തിന്മയിൽ നിന്ന് വിട്ടുമാറാന് പരിശ്രമിച്ചു കൊണ്ടിരിക്കുക. തെറ്റുകൾ പറ്റുമ്പം അതിനുള്ള പ്രായശ്ചിത്തം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ പഠിപ്പിച്ചു തരും. ആ പഠിപ്പിച്ചു തരും എന്ന് പഠിപ്പിച്ച് നമ്മളത് പ്രായശ്ചിത്തം ചെയ്തു എന്നതുകൊണ്ട് ആ ചെയ്ത തെറ്റിന്റെ ശിക്ഷ കുറഞ്ഞൊന്നുമില്ല. ആ ശിക്ഷ നമ്മൾ പൂർണ്ണമായിട്ടും ദുനിയാവില് നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ചിലപ്പോൾ നന്മയിലായിട്ടുണ്ടാവും, നമ്മൾ നല്ല രീതിയിൽ നമ്മൾ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് എല്ലാം കീഴൊതുങ്ങിയിട്ടുണ്ടാവും, നമ്മൾ നേർവഴിക്ക് ആയിട്ടുണ്ടാവും. പക്ഷെ നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല എന്ന് കാണുമ്പം അതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ടത്, നമ്മൾ കഴിഞ്ഞു പോയതിലെ നമ്മൾ നന്മയിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മളടുത്ത് സംഭവിച്ച തിന്മകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല മായ്ച്ചു തരാൻ വേണ്ടിയിട്ട് ഉള്ള പരീക്ഷണമാണത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇസ്തിഗ്ഫാറും നമ്മുടെ തെറ്റുകളിൽ നിന്നുള്ള നമ്മുടെ പരിപൂർണമായ വിടുതലും നമ്മുടെ മനസ്സിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പരിപൂർണമായിട്ട് നമ്മൾ കീഴൊതുങ്ങലുമാണ് അതിന്റെ പ്രായശ്ചിത്തമായിട്ടുള്ളത്. അപ്പൊ അതാണ് ഇവിടെ കൂടുതലായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞു തരുന്നതും അതാണ്. ആദം അലൈഹി ഇസ്ലാം തെറ്റ് ചെയ്തു, തെറ്റിൽ നിന്ന് തിരിഞ്ഞു, ആദം അലൈഹി ഇസ്ലാം പാപമോചനം തേടി. പക്ഷെ ആ തിന്മയുടെ ശിക്ഷ ഉണ്ടല്ലോ, ആ ശിക്ഷ കുറഞ്ഞിട്ടൊന്നുമില്ല. ആ ശിക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് അയച്ചത്. എന്നിട്ട് അതിനുശേഷം നിങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ട് പിന്നീട് നിങ്ങളെ ഞാൻ സ്വർഗത്തിലേക്ക് തിരിച്ചു മടക്കും എന്നുള്ളത് വാഗ്ദാനം കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു. ഇത് നമുക്ക് മനസ്സിലാക്കാനും കൂടിയുള്ള ഒരു പാഠമാണ്. തിന്മകൾ സംഭവിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് വിടുതൽ നേടി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് പരിപൂർണമായിട്ടും നമ്മള് പാപമോചനം തേടി മടങ്ങുക. പക്ഷെ ആ ചെയ്ത തിന്മയുടെ ശിക്ഷ ഉണ്ടല്ലോ, ആ ശിക്ഷ എന്തായാലും അനുഭവിക്കേണ്ടി വരും. അപ്പൊ അതിന്റെ ശിക്ഷ കുറച്ചു തരാൻ വേണ്ടിയിട്ട് ദുആ ചെയ്യുക എന്നുള്ളതല്ലാതെ ആ നന്മയിലേക്ക് വന്നിട്ടും എന്റെ പരീക്ഷണം നിന്നിട്ടില്ല എന്ന് പറയേണ്ട കാര്യമില്ല. കാരണം അത് മുമ്പ് സംഭവിച്ചു പോയതിന്റെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കഴുകി നമ്മളെ വൃത്തിയാക്കുകയാണ് എന്നുള്ളത് മനസ്സിലാക്കുക. നമ്മൾ പാപമോചനത്തോട് കൂടിയിട്ട് കൂടുതൽ കൂടുതൽ അടുക്കുകയും ആ തിന്മകൾ മുഴുവനും നമ്മുടെ ഹൃദയത്തിൽ നിന്നും പരിപൂർണമായിട്ട് ജീവിതത്തിൽ നിന്നും മാറ്റുകയും ചെയ്യുക. പിന്നീട് ഒരിക്കലും തിന്മയിലേക്ക് പോകാതിരിക്കാൻ പരിശ്രമിക്കുക. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല 40-ാമത്തെ ആയത്ത് മുതൽ ഇനി സമൂഹങ്ങളെ കുറിച്ചാണ്. കഴിഞ്ഞു പോയ ഒരുപാട് സമൂഹങ്ങൾ, ഇസ്രായേലി സമൂഹം, നമ്മളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കോപിച്ചവരുടെ പറ്റിയിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ശപിച്ചവരെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. ആ സമൂഹങ്ങളെ കുറിച്ചാണ് ഇനിയുള്ള എല്ലാ കഥകളും വരുന്നത്. ജസ്റ്റ് കേട്ടാൽ മതി, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അതിനോട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് പൂർണ്ണമായിട്ടും 40-ാമത്തെ ആയത്ത് മുതൽ നിങ്ങൾക്ക് മനസ്സിലാവും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.
ഇസ്രായേൽ സന്തതികളെ, ഞാൻ നിങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹം നിങ്ങൾ ഓർമ്മിക്കുകയും എന്നോടുള്ള കരാർ നിങ്ങൾ നിറവേറ്റുകയും ചെയ്യുവിൻ. എങ്കിൽ നിങ്ങളോടുള്ള കരാർ ഞാനും നിറവേറ്റാം എന്നെ മാത്രമേ നിങ്ങൾ ഭയപ്പെടാവൂ. നിങ്ങളുടെ പക്കലുള്ള വേദഗ്രന്ഥങ്ങളെ ശരിവെച്ചുകൊണ്ട് ഞാൻ അവതരിപ്പിച്ച സന്ദേശത്തിൽ, ഖുർആനിൽ നിങ്ങൾ വിശ്വസിക്കൂ. അതിനെ ആദ്യമായി തന്നെ നിഷേധിക്കുന്നവൻ നിങ്ങളാകരുത്. തുച്ഛമായ വിലയ്ക്ക് ഭൗതിക നേട്ടത്തിന് പകരം എന്റെ വചനങ്ങൾ നിങ്ങൾ വിറ്റുകളയുകയും ചെയ്ത് നിന്നോട് മാത്രം നിങ്ങൾ ഭയഭക്തി പുലർത്തുക. നിങ്ങൾ സത്യം അസത്യവുമായി കൂട്ടിക്കുഴയ്ക്കരുത്. അറിഞ്ഞുകൊണ്ട് സത്യം മറച്ചുവെക്കുകയും ചെയ്യരുത്. പ്രാർത്ഥന മുറപ്പോലെ നിർവഹിക്കുകയും സക്കാത്ത് നൽകിയും അള്ളാഹുവിന്റെ മുമ്പിൽ തലകുനിക്കുന്നവരോടൊപ്പം നിങ്ങൾ തലകുനിക്കുകയും ചെയ്യുവിൻ. നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും നിങ്ങളുടെ സ്വന്തം കാര്യത്തിൽ അത് മറന്നു കളയുകയുമാണോ? നിങ്ങൾ വേദഗ്രന്ഥം പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നുവല്ലോ, നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? സഹനവും നമസ്കാരവും മുഖേന അള്ളാഹുവിന്റെ സഹായം തേടുക. അത് നമസ്കാരം ഭയഭക്തിയില്ലാത്തവർക്ക് വലിയ പ്രയാസകരമായ കാര്യം തന്നെയാകുന്നു. തങ്ങളുടെ രക്ഷിതാവുമായി കണ്ടുമുട്ടേണ്ടി വരുമെന്നും അവങ്കിലേക്ക് തിരിച്ചു പോകേണ്ടി വരുമെന്നും വിചാരിച്ചു കൊണ്ടിരിക്കുന്നവരത്രേ അവർ ഭക്തന്മാർ. ഇസ്രായേൽ സന്തതികളെ, നിങ്ങൾക്ക് ഞാൻ ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ മറ്റു ജനവിഭാഗങ്ങളെക്കാൾ നിങ്ങൾക്ക് ഞാൻ ശ്രേഷ്ഠത നൽകിയെന്ന് നിങ്ങൾ ഓർക്കുവിൻ. ഒരാൾക്കും മറ്റൊരാൾക്ക് വേണ്ടി ഒരു ഉപകാരവും ചെയ്യാൻ പറ്റാത്തൊരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കുക. അന്ന് നിങ്ങളിൽ നിന്ന് ഒരു ശുപാർശയും സ്വീകരിക്കപ്പെടുകയില്ല, ഒരാളിൽ നിന്നും ഒരു പശ്ചാത്താപവും മേടിക്കപ്പെടുകയുമില്ല, അവർക്ക് ഒരു സഹായം ലഭിക്കുകയുമില്ല. നിങ്ങളുടെ പുരുഷ സന്താനങ്ങളെ അറുകൊല ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്ത്രീ ജനങ്ങളെ ജീവിക്കാൻ വിട്ടുകൊണ്ടും നിങ്ങൾക്ക് നിഷ്ഠൂരമർദ്ദനം ഏൽപ്പിച്ചുകൊണ്ടിരുന്ന ഫിർഔന്റെ കൂട്ടരിൽ നിന്ന് നിങ്ങളെ നാം രക്ഷപ്പെടുത്തിയ സന്ദർഭം ഓർക്കുക. നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള ഒരു വലിയ പരീക്ഷണമാണ് അതിലുണ്ടായിരുന്നത്. കടൽ പിളർന്ന് നിങ്ങളെ കൊണ്ടുപോയി നാം രക്ഷപ്പെടുത്തിയതും നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കെ ഫിർഔന്റെ കൂട്ടരെ നാം മുക്കിക്കൊല്ലുകയും ചെയ്ത സന്ദർഭവും ഓർക്കുക. മൂസാ നബിക്ക് 40 രാവുകൾ നാം നിശ്ചയിക്കുകയും അദ്ദേഹം അതിനായി പോയ ശേഷം നിങ്ങൾ അക്രമിയായ ഒരു കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിക്കുകയും ചെയ്ത സന്ദർഭവും ഓർക്കുക. എന്നിട്ട് അതിനുശേഷവും നിങ്ങൾക്ക് നാം മാപ്പ് നൽകി, നിങ്ങൾ നന്ദിയുള്ളവരായിരിക്കുവാൻ വേണ്ടി. നിങ്ങൾ സന്മാർഗം കണ്ടെത്തുന്നതിന് വേണ്ടി വേദഗ്രന്ഥവും സത്യവും അസത്യവും വേർതിരിക്കുന്ന പ്രമാണങ്ങളും മൂസാ നബിക്ക് നാം നൽകിയ സന്ദർഭവും ഓർക്കുക. എന്റെ സമുദായമേ, കാളക്കുട്ടിയെ ദൈവമായി സ്വീകരിച്ചത് മുഖേന നിങ്ങൾ നിങ്ങളോട് തന്നെ അന്യായം ചെയ്തിരിക്കുകയാണ്. അതിനാൽ നിങ്ങൾ നിങ്ങളുടെ സ്രഷ്ടാവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയും പ്രായശ്ചിത്തമായി നിങ്ങളെ തന്നെ നിഗ്രഹിക്കുകയും ചെയ്യുക. നിങ്ങളുടെ സൃഷ്ടാവിന്റെ അടുക്കൽ അതാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഗുണകരം എന്ന് മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭവും ഓർമ്മിക്കുക. അനന്തരം അള്ളാഹു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിച്ചു. അവൻ പശ്ചാത്താപം ഏറെ സ്വീകരിക്കുന്നവനും കരുണാനിധിയുമത്രേ. ഓ മൂസ, ഞങ്ങൾ അള്ളാഹുവെ പ്രത്യക്ഷമായി കാണുന്നതുവരെ താങ്കളെ ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭം ഓർക്കുക. തന്നിമിത്തം നിങ്ങൾ നോക്കി നിൽക്കെ ഇടിത്തി നിങ്ങളെ പിടികൂടി. പിന്നീട് നിങ്ങളുടെ മരണത്തിന് ശേഷം നിങ്ങളെ നാം എഴുന്നേൽപ്പിച്ചു, നിങ്ങൾ നന്ദിയുള്ളവരായി തീരുവാൻ വേണ്ടി. നിങ്ങൾക്ക് നാം മേഘത്തണൽ നൽകുകയും മഞ്ഞയും കാടപ്പക്ഷികളും ഇറക്കി തരികയും ചെയ്തു. നിങ്ങൾക്കത് നാം നൽകിയിട്ടുള്ള വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്ന് ഭക്ഷിച്ചു കൊള്ളുക എന്ന് നാം നിർദ്ദേശിച്ചു. അവർ എന്നിട്ടും നന്ദികേട് കാണിച്ചവർ നമുക്കൊരു ദ്രോഹവും വരുത്തിയിട്ടില്ല. അവർക്ക് തന്നെയാണ് ദ്രോഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ഈ പട്ടണത്തിൽ പ്രവേശിക്കുവിൻ. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളിടത്ത് നിന്ന് യഥേഷ്ടം ഭക്ഷിച്ചു കൊള്ളുവിൻ. തലകുനിച്ചുകൊണ്ട് വാതിൽ കടക്കുകയും പശ്ചാത്താപ വചനം പറയുകയും ചെയ്യുവിൻ. നിങ്ങളുടെ പാപങ്ങൾ നാം പുറത്തു തരികയും സൽപ്രവർത്തികൾ ചെയ്യുന്നവർക്ക് കൂടുതൽ കൂടുതൽ അനുഗ്രഹങ്ങൾ നൽകുകയും ചെയ്യുന്നതാണ് എന്ന് നാം പറഞ്ഞ സന്ദർഭം ഓർക്കുക. എന്നാൽ അക്രമികളായ ആളുകൾ അവരോട് നിർദ്ദേശിക്കപ്പെട്ട വാക്കിന് പകരം മറ്റൊരു വാക്കാണ് ഉപയോഗിച്ചത്. അതിനാൽ ആ അക്രമികളുടെ മേൽ നാം ആകാശത്ത് നിന്ന് ശിക്ഷ ഇറക്കി, കാരണം അവർ ധിക്കാരം കാണിച്ചു കൊണ്ടിരുന്നത് തന്നെ. മൂസാ നബി തന്റെ ജനതയ്ക്ക് വേണ്ടി വെള്ളത്തിന് അപേക്ഷിച്ച സന്ദർഭവും ശ്രദ്ധിക്കുക. അപ്പോൾ നാം പറഞ്ഞു, നിന്റെ വടി കൊണ്ട് പാറമേലടിക്കുക. അങ്ങനെ അതിൽ നിന്ന് 12 ഉറവുകൾ പൊട്ടിയൊഴുകി. ജനങ്ങൾ ഓരോ വിഭാഗവും അവർക്ക് വെള്ളമെടുക്കാനുള്ള സ്ഥലങ്ങൾ മനസ്സിലാക്കി. അള്ളാഹുവിന്റെ ആഹാരത്തിൽ നിന്ന് നിങ്ങൾ തിന്നുകയും കുടിക്കുകയും ചെയ്തുകൊള്ളൂ. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കി നാശകരങ്ങളായി തീരരുത് എന്ന് നാം അവരോട് നിർദ്ദേശിക്കുകയും ചെയ്തു. ഓ മൂസ, ഒരേ തരം ആഹാരവുമായി ക്ഷമിച്ചു കഴിയുവാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല. അതിനാൽ മണ്ണിൽ മുളച്ചുണ്ടാക്കാവുന്ന തരത്തിലുള്ള ചീര, വെള്ളരി, ഗോതമ്പ്, പയറ്, ഉള്ളി മുതലായവ ഞങ്ങൾക്ക് ഉൽപ്പാദിപ്പിച്ചു തരുവാൻ താങ്കളുടെ നാഥനോട് പ്രാർത്ഥിക്കുക എന്ന് നിങ്ങൾ പറഞ്ഞ സന്ദർഭവും ഓർക്കുക. മൂസ പറഞ്ഞു, കൂടുതൽ ഉത്തമമായതിനെ വിട്ട് തികച്ചും താണതരത്തിലുള്ളതാണോ നിങ്ങൾ പകരം ആവശ്യപ്പെടുന്നത്? എന്നാൽ നിങ്ങളൊരു പട്ടണത്തിൽ ചെന്നിറങ്ങിക്കൊള്ളൂ. നിങ്ങൾ ആവശ്യപ്പെടുന്നതെല്ലാം നിങ്ങൾക്ക് അവിടെ കിട്ടും. ഇത്തരം ദുർവാശികൾ കാരണമായി അവരുടെ മേൽ നിന്ദ്യതയും പതിത്വവും അടിച്ചേൽപ്പിക്കപ്പെടുകയും അവർ അള്ളാഹുവിന്റെ കോപത്തിന് പാത്രമായി തീരുകയും ചെയ്തു. അവർ അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിക്കുകയും പ്രവാചകന്മാരെ അന്യായമായി കൊലപ്പെടുത്തുകയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് അത് സംഭവിച്ചത്. അവർ ധിക്കാരം കാണിക്കുകയും അതിക്രമം പ്രവർത്തിക്കുകയും ചെയ്തതിന്റെ ഫലമായാണ് അത് സംഭവിച്ചത്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബിയിൽ വിശ്വസിച്ചവരാരോ, യഹൂദമതം സ്വീകരിച്ചവരാരോ, ക്രൈസ്തവരോ, സാബികളോ ആരാകട്ടെ, അള്ളാഹുലും അന്ത്യദിനത്തിലും വിശ്വസിക്കുകയും കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് അവരുടെ രക്ഷിതാവികൾ അവർക്ക്
അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ട്. അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടി വരികയുമില്ല. നാം നിങ്ങളോട് കരാർ വാങ്ങുകയും നിങ്ങളുടെ മീതെ പർവ്വതത്തെ നാം ഉയർത്തിപ്പിടിക്കുകയും ചെയ്ത സന്ദർഭം ഓർക്കുക. നിങ്ങൾക്ക് നാം നൽകിയത് ഗൗരവ ബുദ്ധിയോടെ ഏറ്റെടുക്കുകയും ദോഷബാധയെ സൂക്ഷിക്കുവാൻ വേണ്ടി അതിൽ നിർദ്ദേശിച്ചത് ഓർമ്മിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുക എന്ന് നാം അനുശാസിച്ചു. എന്നിട്ട് അതിനുശേഷവും നിങ്ങൾ പുറകോട്ട് പോയി അള്ളാഹുവിന്റെ അനുഗ്രഹവും അവന്റെ കാരുണ്യവും ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ നഷ്ടത്താൽപ്പെടുമായിരുന്നു. നിങ്ങളിൽ നിന്ന് സാബത്ത് ദിനത്തിൽ അതിക്രമം കാണിച്ചവരെ പറ്റി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ നാം അവരോട് പറഞ്ഞു, നിങ്ങൾ നിന്ദ്യരായ കുരങ്ങന്മാരായി തീരുക. അങ്ങനെ നാം അതിനെ, ആ ശിക്ഷയെ അക്കാലത്തും പിൽക്കാലത്തുമുള്ളവർക്ക് ഒരു ഗുണപാഠവും സൂക്ഷ്മത പാലിക്കുന്നവർക്ക് ഒരു തത്വോപദേശവുമാക്കി. അള്ളാഹു നിങ്ങളോട് ഒരു പശുവിനെ അറക്കുവാൻ കൽപ്പിക്കുന്നു എന്ന് മൂസ തന്റെ ജനതയോട് പറഞ്ഞ സന്ദർഭം ശ്രദ്ധിക്കുക. അവർ പറഞ്ഞു, താങ്കൾ ഞങ്ങളെ പരിഹസിക്കുകയാണോ? അദ്ദേഹം മൂസ പറഞ്ഞു, ഞാൻ വിവരം കെട്ടവരിൽ പെട്ടുപോകാതിരിക്കുവാൻ അള്ളാഹുവിൽ അഭയം പ്രാപിക്കുന്നു. അപ്പോൾ അവർ പറഞ്ഞു, അത് പശു ഏത് തരത്തിലായിരിക്കണമെന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരുവാൻ ഞങ്ങൾക്ക് വേണ്ടി താങ്കളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കണം. മൂസ പറഞ്ഞു, പ്രായം വളരെ കൂടിയതോ വളരെ കുറഞ്ഞതോ അല്ലാത്ത ഇടപ്രായത്തിലുള്ള പശു ആയിരിക്കണം അതെന്നാണ് അള്ളാഹു പറയുന്നത്. അതിനാൽ കൽപ്പിക്കപ്പെടുന്ന പ്രകാരം നിങ്ങൾ പ്രവർത്തിക്കുക. അവർ പറഞ്ഞു, അതിന്റെ നിറം എന്തായിരിക്കണമെന്ന് ഞങ്ങൾക്ക് വിശദീകരിച്ചു തരുവാൻ ഞങ്ങൾക്ക് വേണ്ടി താങ്കൾ താങ്കളുടെ രക്ഷിതാവിനോട് പ്രാർത്ഥിക്കണം. മൂസ പറഞ്ഞു, കാണികൾക്ക് കൗതുകം തോന്നിക്കുന്ന തെളിഞ്ഞ മഞ്ഞ നിറമുള്ള ഒരു പശുവായിരിക്കണം അതെന്നാണ് അള്ളാഹു പറയുന്നത്. അവർ പറഞ്ഞു, അത് ഏത് തരമാണെന്ന് ഞങ്ങൾക്ക് വ്യക്തമാക്കി തരുവാൻ നിന്റെ രക്ഷിതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തീർച്ചയായും പശുക്കൾ പരസ്പരം സാദൃശ്യമുള്ളതായി ഞങ്ങൾക്ക് തോന്നുന്നു. അള്ളാഹു ഉദ്ദേശിച്ചാൽ അവന്റെ മാർഗനിർദ്ദേശപ്രകാരം തീർച്ചയായും ഞങ്ങൾ പ്രവർത്തിക്കാം. അപ്പോൾ മൂസ പറഞ്ഞു, നിലം ഉഴുതുവാനോ വിള നനയ്ക്കുവാനോ ഉപയോഗപ്പെടുത്തല്ലാത്ത പാടുകളൊന്നുമില്ലാത്ത അവികലമായ ഒരു പശുവായിരിക്കണം അതെന്നാണ് അള്ളാഹു പറയുന്നത്. അവർ പറഞ്ഞു, ഇപ്പോഴാണ് താങ്കൾ ശരിയായ വിവരം വെളിപ്പെടുത്തിയത്. അങ്ങനെ അവർ അതിനെ അറുത്തു. അവർക്കത് നിറവേറ്റുക എളുപ്പമായിരുന്നില്ല. ഇസ്രായേൽ സന്തതികളെ, നിങ്ങൾ ഒരാളെ കൊല്ലുകയും അന്യോന്യം കുറ്റം ആരോപിക്കുകയും ഒഴിഞ്ഞു മാറുകയും ചെയ്ത സന്ദർഭവും ഓർക്കുക. എന്നാൽ നിങ്ങൾ ഒളിച്ചു വെക്കുന്നത് അള്ളാഹു വെളിയിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അപ്പോൾ നാം പറഞ്ഞു, നിങ്ങൾ അതിന്റെ പശുവിന്റെ ഒരു അംശം കൊണ്ട് ആ മൃതദേഹത്തിൽ അടിക്കുക. അപ്രകാരം അള്ളാഹു മരണപ്പെട്ടവരെ ജീവിപ്പിക്കുന്നു. നിങ്ങൾ ചിന്തിക്കുവാൻ വേണ്ടി അവന്റെ ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് അവൻ കാണിച്ചു തരുന്നു. പിന്നീട് അതിന്റെ ശേഷവും അവരുടെ മനസ്സുകൾ കടുത്തുപോയി. അവ പാറ പോലെയോ അതിനേക്കാൾ കടുത്തതോ ആയി ഭവിച്ചു. പാറകളിൽ ചിലതിൽ നിന്ന് നദികൾ പൊട്ടിയൊഴുകാറുണ്ട്. ചിലത് പിളർന്ന് വെള്ളം പുറത്തു വരുന്നു. ചിലത് ദൈവഭയത്താൽ താഴോട്ട് ഉരുണ്ടു വീഴുകയും ചെയ്യുന്നു. നിങ്ങൾ പ്രവർത്തിക്കുന്ന യാതൊന്നിനെ പറ്റിയും അള്ളാഹു ഒട്ടും അശ്രദ്ധനല്ല. സത്യവിശ്വാസികളെ, നിങ്ങളെ അവർ യഹൂദർ വിശ്വസിക്കുമെന്ന് നിങ്ങൾ മോഹിക്കുകയാണോ? അവരിൽ ഒരു വിഭാഗം അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കുകയും അത് ശരിക്കും മനസ്സിലാക്കിയതിനു ശേഷം ബോധപൂർവം തന്നെ അതിൽ കൃത്രിമം കാണിച്ചു കൊണ്ടിരിക്കുകയുമാണല്ലോ. വിശ്വസിച്ചവരെ കണ്ടുമുട്ടുമ്പോൾ അവർ പറയും, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. അവർ തമ്മിൽ തനിച്ച് കണ്ടുമുട്ടുമ്പോൾ പരസ്പരം കുറ്റപ്പെടുത്തിക്കൊണ്ട് അവർ പറയും, അള്ളാഹു നിങ്ങൾക്ക് വെളിപ്പെടുത്തി തന്ന കാര്യങ്ങൾ ഇവർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണോ? നിങ്ങളുടെ രക്ഷിതാവിന്റെ സന്നിധിയിൽ അവർ നിങ്ങൾക്കെതിരിൽ അത് വെച്ച് ന്യായവാദം നടത്തുവാൻ വേണ്ടി നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? എന്നാൽ അവർക്കറിഞ്ഞുകൊണ്ട് അവർ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതുമെല്ലാം അള്ളാഹു അറിയുന്നുണ്ടെന്ന്. അക്ഷരജ്ഞാനമില്ലാത്ത ചില ആളുകളും അവരിൽ ഇസ്രായേലിലുണ്ട്. ചില വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തുന്നതല്ലാതെ വേദഗ്രന്ഥത്തെ പറ്റി അവർക്ക് ഒന്നും അറിയുകയില്ല. അവർ ഊഹത്തെ അവലംബിക്കുക മാത്രമാണ് ചെയ്യുന്നത്. എന്നാൽ സ്വന്തം കൈകൾ കൊണ്ട് ഗ്രന്ഥം എഴുതിയുണ്ടാക്കുകയും എന്നിട്ട് അതിൽ അള്ളാഹുവിൽ നിന്ന് ലഭിച്ചതാണെന്ന് പറയുകയും ചെയ്യുന്നവർക്കാകുന്നു നാശം. അത് മുഖേന വില കുറഞ്ഞ നേട്ടങ്ങൾ കരസ്ഥമാക്കുവാൻ വേണ്ടിയാകുന്നു അവരത് ചെയ്യുന്നത്. അവരുടെ കൈകൾ എഴുതിയ വകയിലും അവർ സമ്പാദിക്കുന്ന വകയിലും അവർക്ക് നാശം. യഹൂദർ പറഞ്ഞു, എണ്ണപ്പെട്ട ദിവസങ്ങളിലല്ലാതെ ഞങ്ങളെ നരകശിക്ഷ ബാധിക്കുകയില്ല. ചോദിക്കുക, നിങ്ങൾ അള്ളാഹുവിൽ നിന്ന് വല്ല കരാറും വാങ്ങിയിട്ടുണ്ടോ? എന്നാൽ തീർച്ചയായും അള്ളാഹു തന്റെ കരാർ ലംഘിക്കുകയില്ല. അതല്ല, നിങ്ങൾക്ക് അറിവില്ലാത്തത് അള്ളാഹുവിന്റെ പേരിൽ നിങ്ങൾ പറഞ്ഞുണ്ടാക്കുകയാണോ? അങ്ങനെയല്ല, ആർ ദുഷ്കൃത്യം ചെയ്യുകയും പാപത്തിന്റെ വലയത്തിൽ പെടുകയും ചെയ്തുവോ അവരാകുന്നു നരകാവകാശികൾ. അവരതിൽ നിത്യവാസികളായിരിക്കും. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുകയും ചെയ്തവരാരോ അവരാകുന്നു സ്വർഗാവകാശികൾ. അവരതിൽ നിത്യവാസികളായിരിക്കും. അൽഹംദുലില്ലാ 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 റബ്ബിൽ ആലമീൻ. നമ്മൾ 82 ആയത്ത് വരെയാണ് ഇന്ന് എടുക്കുന്നത്. ജസാക്കുമുല്ലാഹ് ഖൈർ. അല്ലാഹുമ്മ ബാരിക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിലെ അവസാനത്തെ ഭാഗം എന്ന് പറയുന്നത് ഇസ്രായേലി സമൂഹത്തെ കുറിച്ച് പറഞ്ഞ ഭാഗം. അത് മൂസ അലൈഹി ഇസ്ലാമിന്റെ സമൂഹത്തിനെ കുറിച്ചാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും അധികം അനുഗ്രഹങ്ങൾ ചെയ്ത സമൂഹം അവരായിരുന്നു എന്നാണ് പറയുന്നത്. അവർക്ക് കിട്ടിയിടത്തോളം അനുഗ്രഹങ്ങൾ വേറൊരു സമൂഹത്തിനും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കി കൊടുത്തിട്ടില്ല എന്നാണ്. എന്നിട്ടും അവരെന്താണ്? അവര് വഴികേടിലും അവര് നിത്യമായിട്ട്
എപ്പോഴും അള്ളാഹു സുബ്ഹാനഹു വ തആല എന്താക്കിയിരുന്നു, നിന്ദിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് പകരം മറ്റൊന്നിനെ അവരെ ആരാധിക്കുകയും ചെയ്യുന്ന ഒരു കൗമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ അവർക്ക് കൊടുത്ത ശിക്ഷകളും, എന്നിട്ട് അതിനുശേഷം വീണ്ടും അവരെ ഉയർത്തെഴുന്നേൽപ്പിച്ചതും, അവർക്ക് കൊടുത്ത അനുഗ്രഹങ്ങളും, വീണ്ടും വീണ്ടും അവരെ പരീക്ഷിച്ച് നേരെയാക്കാൻ നോക്കിയതുമാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പഠിപ്പിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പാഠം എന്താണ്? നമുക്കും ഒരുപാട് പരീക്ഷണങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്നുണ്ട്. നമ്മൾ എത്രത്തോളം അതില് നന്മയിലേക്ക് മുന്നേറിയിട്ടുണ്ട്, നമ്മൾ എത്രത്തോളം ആ പരീക്ഷണം കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ എന്താവാണ്, നമ്മള് വഴികേടിലേക്ക് പോവുകയാണ് ചെയ്യുന്നത് അല്ലെ. നമ്മുടെ വഴികേടുകൾ കൊണ്ടാണ് വീണ്ടും നമ്മളിലേക്ക് വീണ്ടും പരീക്ഷണങ്ങൾ കയറി വരുന്നത്. പരീക്ഷണങ്ങൾ ഒരിക്കലും ഒരു തിന്മയല്ല. പരീക്ഷണങ്ങൾ എപ്പോഴും എന്താണ്, നമുക്കുള്ള അനുഗ്രഹവുമായിട്ടാണ് വരുന്നത്. ഇന്ന മഅൽ ഉസ്രി യുസ്ര, ഇന്ന മഅൽ ഉസ്രി യുസ്ര. ഒരു പരീക്ഷണത്തിന്റെ കൂടെ തന്നെയാണ് ഒരു അനുഗ്രഹം ഉള്ളത്. 2 പ്രാവശ്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത് പറഞ്ഞിട്ടുള്ളത്. അതായത് ഉലമാക്കൾ പറയുന്നത്, ഒരു പരീക്ഷണം വന്നു കഴിഞ്ഞാൽ അതിന് ശേഷം 2 അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല തരും. നമ്മള് ക്ഷമ കൈക്കൊണ്ടു കഴിഞ്ഞാൽ, അതിൽ വിജയിച്ചു കഴിഞ്ഞാൽ 2 അനുഗ്രഹങ്ങളും കൊണ്ടാണ് ആ പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല നീക്കിക്കളയുക. എന്നാല് നമുക്ക് ആ പരീക്ഷണത്തിൽ നിന്ന് നമുക്ക് മോചനം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ, നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചു നോക്കുക, നമ്മള് ശരി തന്നെയാണോ? ശരിക്കും ഞാൻ ശരിയാണോ? എന്നിൽ നിന്ന് എന്തെങ്കിലും തിന്മകളെ ഒഴിവാക്കേണ്ടതുണ്ടോ? എന്നിൽ എന്തെങ്കിലും ഒരു തിന്മ കൊണ്ടാണോ ഞാൻ ഇത് സംഭവിക്കുന്നത്? അതോ മറ്റുള്ളവർക്ക് ഒരു പരീക്ഷണമായിക്കൊണ്ട് എന്നെ വെച്ചതാണോ? കാരണം മറ്റുള്ളവർ തിന്മയിലാണെങ്കിൽ, നമുക്ക് ചുറ്റുമുള്ളവർ തിന്മയിലാണെങ്കിൽ, ചിലപ്പോൾ നമ്മൾ എന്തായിരിക്കും, നമ്മൾ അവർക്ക് പരീക്ഷണമാക്കിയിട്ട് വെച്ചതായിരിക്കും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സന്തോഷിക്കുക. എന്താണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ ചൂസ് ചെയ്തു, എന്നെ തെരഞ്ഞെടുത്തു അല്ലെ. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട്, മറ്റുള്ളവർക്ക് നേർവഴി കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെ തെരഞ്ഞെടുത്ത് എന്നെ മുന്നിൽ നിർത്തിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മള് നമ്മുടെ ദീനിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് ഏറ്റവും ഉന്നതമായ രീതിയിൽ നമ്മൾ മുന്നേറുക, അള്ളാഹുവിൽ മാത്രം ബരമേൽപ്പിക്കുക. അതല്ല, നമ്മളടുത്ത് ഇപ്പോഴും തിന്മ നിൽക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നമ്മളിപ്പോഴും ശരിയായിട്ടില്ല എന്നൊരു തോന്നൽ നമ്മുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ, നമ്മൾ ഇന്നു മുതൽ മാറാൻ തയ്യാറാവുക. മാറുന്നതിന്റെ ആദ്യത്തെ അടയാളമാണ് എന്താണ്, നമസ്കാരം മുറ പോലെ ആക്കുക. നമസ്കാരമാണ് നമുക്ക് ആദ്യം നമ്മള് നന്മയിലേക്ക് മുന്നേറുമ്പോൾ നമുക്ക് വരുന്ന അനുഗ്രഹം. നമസ്കാരമാണ് നമ്മൾ അതിൽ നിന്ന് തിന്മകളൊക്കെ നമ്മൾ നന്മകളൊക്കെ എടുത്തൊഴിവാക്കി ലാസ്റ്റ് നമ്മളിൽ നിന്ന് എടുത്തൊഴിവാക്കുന്ന എന്താണ്, നമസ്കാരമാണ്. ഓക്കെ, ആദ്യം നമ്മളിലേക്ക് കയറി വരുന്ന അനുഗ്രഹം നമസ്കാരമാണ്. നമ്മൾ തിന്മയിലേക്ക് മുന്നേറി പോകുമ്പോൾ ലാസ്റ്റ് അറ്റ് ദ എൻഡ് ആണ് എന്ത് സംഭവിക്കുന്നത്, നമ്മളിൽ നിന്ന് നമസ്കാരം കൂടി എടുത്ത് ഒഴിവാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമസ്കാരത്തിൽ ഒരു വീഴ്ച വരിക, നമസ്കാരത്തിൽ ഒരു 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 ഹൈറില്ലാത്തൊരു അവസ്ഥ വരുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും വലിയ തിന്മയിലായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. എന്നാലേ നമ്മൾ തിന്മയിൽ നിന്ന ഒരാൾക്ക് നമസ്കാരത്തിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, നമ്മള് അനുഗ്രഹത്തിലേക്ക് കടന്നു എന്നുള്ളതും മനസ്സിലാക്കുക. ഓക്കെ, കാരണം നമസ്കാരം നമുക്ക് എന്താണ്, എല്ലാ മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്നും നമ്മളെ കാത്തുരക്ഷിക്കുക തന്നെ ചെയ്യും. അതേപോലെ തന്നെ നമസ്കാരം എന്താണ്, തിന്മയിൽ നിൽക്കുന്നവർക്ക് ഏറ്റവും ബേർഡൻ ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് നമസ്കാരമാണ് ലാസ്റ്റ് എടുത്ത് ഒഴിവാക്കുക എന്ന് പറയുന്നത്. കാരണം നമസ്കരിക്കാൻ നിൽക്കുമ്പോൾ ഭയങ്കര മടി, പ്രയാസം, ബുദ്ധിമുട്ട്, അതൊക്കെ എന്താണ്, നമ്മുടെ തിന്മയുടെ അറ്റ് ദ എൻഡ് ആണത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നമസ്കാരത്തില് ഏറ്റവും ഉന്നതമായ ലെവലിലേക്ക് നമ്മൾ മുന്നേറുക. അതിനു വേണ്ടിയിട്ട് ഇന്ന് മുതൽ പരിശ്രമിക്കുക. ഓക്കെ, ഓരോന്നോരോന്ന് 1 by 1 ചെയ്താൽ മതി. എല്ലാം കൂടെ ഒരുമിച്ച് നമുക്ക് വാരി പിടിക്കാനൊന്നും കഴിയില്ല. നമ്മള് നമസ്കാരത്തിൽ മാത്രം ഇന്ന് മുതൽ കൂടുതൽ ഖുശൂഉള്ളവരാകുകയും, നമ്മള് ശ്രദ്ധയുള്ളവരാകുകയും, അതോടുകൂടി നടക്കുകയും ഒക്കെ ചെയ്യുന്നവരായിട്ട് മാറുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലേക്ക് നമ്മളെ മുന്നിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. رب ارحمهما كما ربياني صغيرا. رب هب لي من الصالحين. رب هب لي من الصالحين. رب هب لي من الصالحين. رب هب لي من لدنك ذرية طيبة إنك سميع الدعاء. يا غني الله أغنني بفضلك من سواك. ربي انزلني منزل مبارك أنت خير المنزلين. اللهم يسر ولا تعسر وتمم بالخير. اللهم إنا نسألك جنات الفردوس الأعلى. 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 سبحان الله، الحمد لله، لا إله إلا الله، الله أكبر، ولا حول ولا قوة إلا بالله. اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعدني وعافني. آمين يا رب العالمين. اللهم إنا نسألك جنات الفردوس الأعلى. ربي إني أنزلت إلي من خير فقير. ربي إني لما أنزلت إلي من خير فقير. ربي إني لما أنزلت إلي من خير فقير.
ربنا آتنا من لدنك رحمة وهب لنا من أرشد ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا هب لنا من أزواجنا ذرياتنا قرة أعين واجعلنا للمتقين إماما آمين 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 برحمتك يا أرحم الراحمين اللهم اغفر لي وارحمني واجبرني وارفعني وارزقني وعافني وعافني آمين يا رب العالمين ربي إني لما أنزلت لي من خير فقير آمين آمين ആമീൻ برحمتك يا أرحم الراحمين അള്ളാഹുവേ നീ ഇറക്കിത്തരുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ ആവശ്യക്കാരാണ്. ഞങ്ങൾ ഫക്കീറാണ് അള്ളാഹുവേ നിന്റെ മുന്നിൽ. ദുനിയാവിലെ ഞങ്ങളുടെ ആവശ്യങ്ങളും ഞങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളും ഞങ്ങൾക്ക് ഏറ്റവും ഉന്നതമായ രീതിയിൽ നീ പൂർത്തിയാക്കി തരണമേ. ഞങ്ങളുടെ എല്ലാ സ്വപ്നങ്ങളെക്കാളും വലുതാണ് അള്ളാഹുവേ നിന്നിൽ നിന്നുള്ള അനുഗ്രഹങ്ങളുടെ വലിപ്പവും അനുഗ്രഹങ്ങളും. അള്ളാഹുവേ ഈ ഇരിക്കുന്ന മജ്‌ലിസിലെ എല്ലാവരുടെ എല്ലാ ആവശ്യങ്ങളും അള്ളാഹുവെ ഞങ്ങളോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും അള്ളാഹു ഏറ്റവും ഉന്നതമായ രീതിയിൽ പൂർത്തിയാക്കി തരികയും അവർക്കും നീ പൂർത്തിയാക്കി കൊടുക്കുകയും അള്ളാഹു അവരുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീ നീക്കി കൊടുക്കുകയും ഞങ്ങളുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും നീക്കി തരികയും ലോകത്തും പരലോകത്തും വിജയം വരിച്ച നിന്റെ ഉത്തമരാടുമകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞങ്ങളെ ദീനിൽ ഞങ്ങളെ നീ ഉയർത്തി തരണമേ. മറ്റുള്ളവർക്ക് നീ ഞങ്ങളെ മാതൃകയാക്കി തരണമേ. അള്ളാഹുവെ ഞങ്ങളെ മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വലതു ഭാഗത്തു നിന്ന് ഇടതു ഭാഗത്തു നിന്ന് മുകളിൽ നിന്ന് താഴ്ഭാഗത്തു നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. എല്ലാ മല പോലെ വരുന്ന ആപത്തുകളും ഞങ്ങൾക്ക് നീ മഞ്ഞു പോലാക്കി തരണമേ. എല്ലാ മാറാരോഗങ്ങളിൽ നിന്ന് അസുഖങ്ങളിൽ നിന്നും ആരോഗങ്ങളിൽ നിന്നും മാറാരോഗങ്ങളിൽ നിന്നും അള്ളാഹുവെ ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. ഞങ്ങളെ മറ്റുള്ളവർക്ക് നീ കൺകുളിർമയാക്കി തരികയും അള്ളാഹുവെ മറ്റുള്ളവരെ ഞങ്ങൾക്ക് നീ കൺകുളിർമയാക്കി തരികയും ചെയ്യണമേ. ഞങ്ങളെ കുടുംബങ്ങൾക്കും ഞങ്ങളെ ബന്ധുമിത്രാദികൾക്കും അള്ളാഹുവെ നീ കൺകുളിർമയും സന്തോഷവും സുഖവും സമാധാനവും സംതൃപ്തിയും നിറഞ്ഞ ജീവിതം നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളിൽ നിന്ന് അനന്തരാവകാശികൾക്ക് അള്ളാഹുവേ നീ ആയുസ്സും ആരോഗ്യം നൽകുകയും അള്ളാഹുവെ അവരെ നിന്റെ ദീനിൽ നീ ഇറച്ചി നിർത്തി കൊടുക്കുകയും അള്ളാഹുവെ ഉന്നതമായ പദവികൾ അള്ളാഹുവെ ലോകത്തും പരലോകത്തും നൽകി അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് ഞങ്ങളുടെ കുടുംബങ്ങൾ ബന്ധുമിത്രാദികൾ ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ സ്നേഹിക്കുകയും ചെയ്തവർ എല്ലാവർക്കും അള്ളാഹുവെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണമേ. സ്വർഗത്തിൽ ജന്നാത്തിൽ ഫിർദൗസിൽ അയലിൽ അള്ളാഹുവെ നിന്നെ കൺകുളിർക്ക് കണ്ടുമുട്ടാൻ ഞങ്ങളുടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സമൂഹത്തിനോടൊപ്പം അള്ളാഹുവെ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ അള്ളാഹുവെ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മടക്കസ്ഥാനം അള്ളാഹുവെ ഉന്നതമായ സ്ഥാനമാക്കി തരികയും അള്ളാഹുവെ മലക്കൾ സലാം ചൊല്ലി വിളിക്കുന്ന ഏറ്റവും ഉന്നതമായ റൂഹിനെ അള്ളാഹുവെ ഞങ്ങളുടെ ഹൃദയത്തിൽ നൽകി അള്ളാഹുവെ ഞങ്ങളുടെ ശരീരത്തിന് അള്ളാഹു റൂഹിനനുസരിച്ച് ജീവിക്കാൻ അള്ളാഹുവെ നീ തൗഫീക്ക് നൽകി അള്ളാഹുവെ ഞങ്ങളുടെ റൂഹും ഞങ്ങളുടെ ശരീരവും അള്ളാഹു ഒരുപോലെ നിനക്ക് വഴിപ്പെട്ടവരാക്കി അള്ളാഹുവെ നീ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. യാ റഹ്മർ റഹീമീൻ അല്ലാഹു യാ ദൽ ജലാലിൽ ഇക്റാമായ അല്ലാഹു ഹയ്യുൽ ഖയ്യൂമായ അല്ലാഹു അഹദും സമദുമായ അല്ലാഹുവെ ഞങ്ങൾ അറിഞ്ഞുകൊണ്ട് അറിയാതെയോ സംഭവിച്ചു പോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ദോഷങ്ങളും ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരികയും ഇഹലോകത്തും പരലോകത്തും വിജയം വരിച്ച് നിന്റെ ഉത്തമ സമൂഹത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും അള്ളാഹു എല്ലാ അനുഗ്രഹങ്ങൾക്കും അള്ളാഹു ഞങ്ങളെ നീ ആവശ്യക്കാരായി കാണുകയും അള്ളാഹുവെ ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നീ പരിപൂർണമായി ഏറ്റവും മനോഹരമായി അനുഗ്രഹീതമായി പൂർത്തിയാക്കി തരികയും അള്ളാഹുവെ ഞങ്ങൾക്ക് ഇഹലത്തും പരലോകത്തും അത് ഉന്നതമായ സ്ഥാനമാക്കി തന്ന് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ആമീൻ 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 റഹ്മത്തിക യാ റഹ്മർ റഹീമീൻ. ഞങ്ങളുടെ ജീവിത മാർഗങ്ങളിൽ അള്ളാഹു റഹ്മത്തും ബർക്കത്തും ഐശ്വര്യവും നൽകി അനുഗ്രഹിക്കുകയും നിന്റെ മുന്നിലല്ലാതെ മറ്റാരുടെ മുന്നിൽ കൈ നീട്ടാത്തത് അള്ളാഹുവെ ഞങ്ങളെ നിന്റെ തൃപ്തിയിലും പൊരുത്തത്തിലുമായി അള്ളാഹുവെ ജീവിച്ചു മരിക്കുവാൻ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണമേ. ആമീൻ برحمتك يا ارحم الراحمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. آمين برحمتك يا ارحم الراحمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. سبحانك اللهم وبحمدك نشهد ان لا اله الا انت نستغفرك ونتوب اليك. الحمد لله رب العالمين حمدا كثيرا طيبا مباركا فيه. الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു.